പിശാചുമായി ഉണ്ടാക്കുന്ന ഈ നാശത്തിൻ്റെ ഉടമ്പടിയുടെ ഫലമായി സംഭവിക്കുന്നത്, പിശാച് നമ്മുടെ മേലൊരു കെട്ട്, ഒരു ബന്ധനം ഇടും. പിശാച് അങ്ങനെ നമ്മളെ ബന്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ആ കെട്ട് പൊട്ടിക്കാൻ, ആ ബന്ധനം അഴിക്കാൻ പറ്റില്ല. ഓൺ അവർ ഓൺ വി കനോട്ട് ബ്രേക്ക് ദാറ്റ് ബോണ്ടേജ്. സ്വന്തം കഴിവിൽ, കപ്പാസിറ്റിയിൽ നമുക്കതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. പിശാചിനെ പരാജയപ്പെടുത്തിയവനായി ഈശോയ്ക്ക് മാത്രമേ പറ്റൂ. 1 യോഹന്നാൻ 3:8. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവൃത്തി എന്താ? മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. അതാണ് അവൻ്റെ പ്രവൃത്തി. യോഹന്നാൻ 10:10. എന്നാൽ ഈശോ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. അവൻ ഇത് പൊട്ടിക്കുന്നില്ലെങ്കിൽ, ഈശോ വന്ന് ആ കെട്ട് പൊട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. അങ്ങനെ പിശാചുമായി ഉണ്ടാക്കിയ ഈ പൈശാചിക ഉടമ്പടി, നാശത്തിൻ്റെ ഉടമ്പടിയുടെ ഫലമായി നമ്മിലേക്ക് കയറി വന്ന പൈശാചികതയാകുന്ന ശാപം നമ്മിൽ നിന്ന് പോകണമെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വന്ന ഈശോ മിശിഹ ഈ കെട്ട് പൊട്ടിക്കണം. നമ്മൾ ആ കാര്യത്തിൽ ബൈബിളിലെ ഒരു സംഭവത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളക്കരയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് ഈശോ ചെല്ലുന്നുണ്ട്. അവൻ 38 വർഷം മുമ്പ് അവിടെ പോയി കിടക്കുന്നതാണ്. ഈശോ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവരോട് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ ചോദിക്കുമ്പോൾ അവൻ, എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞൊരു പരാതി പറയുന്നു. പൈശാചികമായതിലൂടെ തനിക്ക് രക്ഷ കിട്ടുന്നില്ല എന്ന് അവൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോ ഒരു വചനം അയച്ചു. ഈശോ സുഖപ്പെടുത്തേണ്ട ഒരു തെളിവാണിത്. ആ വചനം എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. കാരണം അവന് സൗഖ്യം കിട്ടി. 38 വർഷം മുമ്പ് ഈ ബെത്സൈദ കുളക്കരയിലേക്ക് പോയി അവിടെ ബന്ധിക്കപ്പെട്ട് കിടന്നിട്ട് എന്തുകൊണ്ട് അവന് തിരിച്ചു വരാൻ പറ്റിയില്ല? കാരണം അവൻ ഒറ്റയ്ക്ക് അവൻ്റെ കെട്ട് പൊട്ടിക്കാൻ പറ്റില്ല. അവൻ്റെ കെട്ട് പൊട്ടിക്കാൻ അതുപോലുള്ള പലതരത്തിലുള്ള കെട്ടുകളുള്ളവരാണ് ആ ചുറ്റുപാടുമുള്ളത്. ഇതൊരു വിജാതി ആരാധന സ്ഥലമാണ്. എസ്കുലാപ്പിയസ് എന്ന ദേവന് പ്രതിഷ്ഠിതമായ വിജാതി ആരാധന സ്ഥലത്ത് കിടക്കുന്ന ഇവനെ അവിടെ നിന്ന് മോചിപ്പിക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ആർക്കും പറ്റില്ല. കാരണം അവരാ ബന്ധനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവമായ, ദൈവപുത്രനായ, രക്ഷകനായ, പിശാചിൻ്റെ ബന്ധനങ്ങൾ തകർത്ത പാപശാപ നിഹന്താവായ ഈശോ ചെന്നിട്ട് വചനമയച്ച് ലാസറെ പുറത്തു വരിക എന്നുള്ള വചനമയച്ച് സുഖപ്പെടുത്തിയതുപോലെ മർക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 5-10 വചനങ്ങളിലൂടെ അവൻ്റെ പാപം ക്ഷമിച്ച് തളർവാദ രോഗിയുടെ എഴുന്നേറ്റ് നടക്കുക, കിടക്കയെടുത്തെന്ന് പറഞ്ഞതുപോലെ ഈശോ ഇവിടെ പറഞ്ഞു. ഉടനടി അവൻ്റെ കെട്ടുകൾ അഴിഞ്ഞു. ആ ജാതി ആരാധന സ്ഥലത്ത് പോയതിൻ്റെ ഫലമായി വന്ന പൈശാചിക കെട്ടവനെ 38 വർഷത്തോട് ബന്ധിച്ചിട്ടെങ്കിൽ ഇതാ ഈശോ അവനെ തൻ്റെ വചനമയച്ച് അവിടുന്ന് വിമോചിപ്പിച്ച് തിരിച്ചവനെ ദേവാലയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കും, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുക, ഇനി വലിയ പാപം ചെയ്യരുത്, ഇനി വീണ്ടും പാപമേഖലയിലേക്ക് പോകരുത്. പാപം വഴി നമ്മിലേക്ക് വരുന്ന പൈശാചികതയുടെ ഈ കെട്ടുപൊട്ടിക്കാൻ അത് അത്ര നിസ്സാരമല്ല. കുംഭസാരം എന്ന കൂദാശയിൽ ഈ മിറക്കിൾ നടക്കുന്നുണ്ട്, അത്ഭുതം. കുംഭസാര കൂദാശയിൽ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ഇനി പാപം ചെയ്യരുതെന്നുള്ള തീരുമാനമെടുത്ത് ദൈവത്തോടുള്ള വലിയൊരു സ്നേഹത്തോടെ, ദൈവൈക്യ ജീവിതത്തിലുള്ള ദാഹത്തോടെയാണ് കുമ്പസാരിക്കുന്നതെങ്കിൽ, ഇനി പാപം ചെയ്യില്ലെന്നുള്ള ദൃഢപ്രതിജ്ഞ, റെസല്യൂഷൻ ഉണ്ടെങ്കിൽ ആ നിമിഷം ആ കെട്ട് പൊട്ടിക്കാൻ ഈശോടെ കടന്നു വരും. ചിലർ ചടങ്ങുമ്പസാരം നടത്തും. എന്ന് പറഞ്ഞാൽ കുർബാന സ്വീകരിക്കാനായിട്ട് NOC കിട്ടുന്ന ഒരു പരിപാടി കുമ്പസാരിക്കണം. അങ്ങനെ ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വന്ന് സാധാരണ കുഞ്ഞുനാൾ മുതൽ പറഞ്ഞു പഠിച്ചു വെച്ച പാപങ്ങളിങ്ങനെ എന്നോട് പറഞ്ഞു, കട്ടെടുത്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് സാധാരണ പറയുന്ന അതേ രീതി പറഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. കാരണം ഒരു 2-2.5 ദിവസത്തെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ധ്യാനിക്കാൻ വന്ന സഹോദരി എന്തെങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ധ്യാനം കൂടുന്നുണ്ടോ? ഉണ്ട്.
എന്നു മുതൽ, ഞായറാഴ്ച മുതൽ പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതോ കുമ്പസാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതോ ആയ കാര്യങ്ങൾ വല്ലതും കേട്ടോ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, കേട്ടു. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, പിന്നെ എന്താ ഇങ്ങനെ കുമ്പസാരിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ട് വേറെ വല്ല പാപമുണ്ടോ?